ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഖം തന്നെയല്ലേ? എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം കാട്ടിത്തരണ്ടേ. ഞാനൊരു ചെറിയൊരു സന്തോഷം ഉണ്ടാകുമോ, നിങ്ങൾക്കും അത് പങ്കുവെക്കുന്നു. നിങ്ങൾക്കും ഒരു സന്തോഷം ഇരിക്കട്ടെ. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എന്താക്കുന്നത്, ഈ ഒരു തോട്ടത്തിലേക്ക് പോകുന്നതാണ്. ചെറിയ തോട്ടത്തിലേക്ക് പോകുന്നതാണ്. ഞാൻ ഇതുവരെ ആ തോട്ടത്തിൽ പോയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് അങ്ങ് കാണുന്ന ഈ തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഓടി ഇങ്ങോട്ട് വന്നതാണ്. എൻ്റെ കടയിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ എന്താക്കിയില്ല, ഇവിടെ ഒന്ന് കയറി നോക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ തീർച്ചയായും കയറി നോക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നോക്കുക. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് വണ്ടി ഇങ്ങോട്ടേക്ക് വളഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ നമ്പറും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഈ ഒരു തോട്ടത്തിൻ്റെ അപ്പുറത്തായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഞാൻ അടുത്തേക്കൊന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇതാ തോട്ടത്തിൻ്റെ നീളം കണ്ട അവിടുന്ന് മുതൽ ഇങ്ങനെ ഇതാ അപ്പുറത്ത് വരെ ഉണ്ട്. അപ്പോൾ ഈ തോട്ടത്തിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. തോട്ടത്തിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാൻ, പാർക്ക്, സെറ്റപ്പ്, സ്വിമ്മിങ് പൂള്, കുളിക്കാൻ, ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ടും വരാം, ഫ്രണ്ടായിട്ടും വരാം. അങ്ങനെ ഒരുപാട് ഇതാണ് എൻട്രി. പക്ഷേ ഇത് പൂട്ടിയിട്ടുള്ളത്. ഇപ്പം പാസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്കിലത്തെ സൈഡിൽ ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം. വേണ്ട, ഇതിപ്പോൾ അടച്ചിട്ടുള്ള മെയിൻ എൻട്രി ആയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കിൽ ഞാൻ കണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, അങ്ങോട്ടേക്ക് പോവാം. ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒഴുകി പോകണം. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഇതിങ്ങനെ അറ്റമില്ലാത്ത മതിലുകളുണ്ട്. അങ്ങേപ്പുറം എല്ലാം ഇത് വേറെ ആൾക്കാരതാണ്. അറ്റയില്ലാത്ത മതിലുകൾ ഫുള്ള് മറ്റേ ഈത്തപ്പായത്തോട്ട സൈഡിലും ഫുള്ളായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മളെ എല്ലാ കൃഷികളും ഉണ്ട്. ഞാൻ കുറച്ചങ്ങോട്ട് ഈ വളവ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഇവിടെ വെച്ച് ഇറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എൻട്രിങ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുണ്ട്. ഇവിടെ ഒരു സംഭവം വേറെയും കാണുന്നുണ്ട്. വേറൊരാളുടേതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകണം. അയ്യോ, ആട് ചത്ത് കിടക്കുന്ന കണ്ട. ആട്ടിനെല്ലാം ഇവിടെ ചത്ത് കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുപോയിടുക. അയ്യ, ആരും കുഴിച്ചിടുകയില്ല, ഒന്നും ആക്കൂല. വേറെ വണ്ടി വന്നിട്ട് എടുത്ത് കൊണ്ടുപോയ. വല്ലാത്തൊരു കഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ തോട്ടത്തിലേക്ക് കയറി. അപ്പോൾ അവിടെ 2-3 ബംഗാളിനെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചോദിച്ചു നോക്കാം. ചങ്ങായിനെ കണ്ട ഫുള്ള് പോയിട്ട് പുല്ലുകളാണ്. ഇതാണ് ഇവിടുത്തെ ആട്ടിന് കൊടുക്കുന്ന പുല്ല്. നല്ല നെല്ല് പോലത്തെ പുല്ല്. ഇതിങ്ങനെ അരിഞ്ഞിട്ട് എന്തായി കൊടുക്കുക, ഫുള്ള് ഇത് കെട്ടി വെച്ചിട്ട് बेचेगा बेचने के लिए आदमी इसका घर के लेके जाने का. ഇത് വിൽക്കുകയും ചെയ്യും. ഒരു വിൽക്കലുണ്ട് സാധാരണയായിട്ട്. സൂക്കലെല്ലാം ഞാൻ കാണലുണ്ട് വിൽക്കുന്ന. പക്ഷെ ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക്, ഒമാനീൻ്റെ വീട്ടിലേക്ക് എന്താക്കുന്ന വെട്ടിക്കൊണ്ടുവന്നാണ്. അവിടെ ആടുണ്ട്. ആടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പോവാം. സംഭവം കൂടി അങ്ങ് കാണിച്ചു തരാം. ഇതാ കണ്ട, ഈ കാണുന്ന ഫുള്ള് ഈത്തപ്പായ തോട്ടത്തിൻ്റെ ഈത്തപ്പായം ഫുള്ള് വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടും.
കണ്ട ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് വെയിലത്ത് ഇങ്ങനെ ഉണക്കിയിട്ട് ഉണക്കുന്ന അപ്പുറമുണ്ട്. നേരെ ഇത് കണ്ട ഫുള്ളായിട്ട് എന്താക്കും ഈത്തപ്പായം ഉണക്കി നല്ല തോതിലാവുമ്പോൾ വാരി കീസിലാക്കിയിട്ട് കൊണ്ടുപോകും. ഇതിങ്ങനെ കുറച്ച് ദിവസം ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കുലുക്കിയാൽ ഫുള്ള് തൊഴിഞ്ഞിടും. കണ്ട നല്ല നല്ല സൂപ്പർ തേനീച്ചകളുണ്ട്, കടന്നലുണ്ട്. കണ്ട നല്ല ഈത്തപ്പായം. ഇത് വേറെ മോഡൽ 2-3 ഐറ്റംസ് ഉണ്ട്. മഞ്ഞ കളറുണ്ട്, കറുപ്പുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങാം. ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകുന്നത് നമ്മൾ. അപ്പോൾ നിങ്ങൾ കണ്ടാ ചോന ഈത്തപ്പായ ഇങ്ങനെ പിടിച്ച് കുലിക്കിയാൽ ഇതൊന്നും പഴുത്തിക്കില്ല, പച്ചയാണ്. പച്ച കണ്ട എല്ലാം പഴുത്തിക്കില്ല, പച്ചയാണ്. നാട്ടിലെ പോലെ ചെറുങ്ങനെ കിളികൊത്തിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു നോർമലായിട്ടുള്ള ഒരു പീസ് ഞാൻ പറിക്കട്ടെ. ഒറ്റ പീസ് ഞാൻ പറിച്ചിക്ക്. മധുരമുണ്ട്, പക്ഷെ എന്തുണ്ടെന്നാ ഈ മാതിരി കഴിച്ചാൽ കുറച്ച് സമയത്തേക്ക് ഒരു വാഴൻ്റെ ഉള്ളിൽ നിന്ന് എന്താവും, ഒരു കറ കുത്തും പോലെ ആയിരിക്കും. അതുകൊണ്ടാ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയത്തേക്ക് ഒരു ഇതായിരിക്കും. അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ എടുത്തല്ല. അപ്പം ഞാൻ ഈ പീസം കഴിച്ചാലേ ഈമിലി പ്രാണികളും ഈച്ചകളും പിന്നെ എന്തെല്ലോ ഇരുന്നിട്ടുണ്ടാവും. എന്നാലും സാരമില്ല, പറിച്ചു പോയില്ലേ. കളാ ഇത് വേറെ കളറാ, ഇത് ചോപ്പാ. ഞാൻ ചോപ്പാ പറിച്ച. ഇത് കണ്ട കളറ് ഈമിന്നൊന്ന് പറിച്ചു തരാം. ഇല്ല, ഈമിന്ന് പഴുത്ത കാണുന്നുണ്ട്, ചെറുങ്ങനെ പഴുത്തുണ്ട്. നല്ലോണം പഴുത്ത ഞാൻ പറിച്ചു തരാം. ഒറ്റ മിനിറ്റ്. എന്താ കുറേ ശ്രമിച്ചിട്ട് തുള്ളി പിടിക്കാൻ നോക്കി കയ്യായി മുള്ളും വലിയ ഇതായിപ്പോയി. ഇതാ പറിച്ച്. ഇതാ ഇത് നല്ല ഒത്ത പഴുത്തത്. പഴുത്തക്ക് ശരിക്കൊന്ന് നോക്കിക്കളിയാ. ഇതാ അടിപൊളി അടിപൊളി മധുരമുള്ള ഈത്തപ്പ, സൂപ്പർ. കൊതി കൂടണ്ടട്ടാ. അപ്പം ഞാൻ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെറുങ്ങനെ മന്ദം ചെന്നോക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ ഫാമിലികളെല്ലാം ഓരോ ദിവസം ഓരോരുത്തർ എടുക്കുന്ന സ്ഥലമായത്. അപ്പോൾ ഫാമിലീൻ്റെ കുട്ടികളെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോക്ക് ശരിയില്ല. നോക്കട്ടെ, ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കി ഓഫീസ് വരെ ഒന്ന് ചെന്ന് നോക്കട്ടെ. ഓഫീസ് വരെ പോയിട്ട് അനുവാദം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കാണിക്കാം. ഓക്കെ, ഓഫീസിലേക്ക് ഇങ്ങനെയാണ് പോകേണ്ടത്, ഇങ്ങനെ നേരെ പോകേണ്ടത്. ഞാൻ അന്നേരം സൈഡിൽ ഒരു കൃഷി കണ്ടുകൊണ്ട് ഞാൻ എന്താക്കിയതാ ഇങ്ങോട്ട് കാര്യം. ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ മറ്റേ പയറില്ല, നീളമുള്ള പയർ, ഉപ്പേരിപ്പയർ, അതിൻ്റെ ചെടികളാണിത് ഫുള്ളായിട്ട്. അതിൻ്റെ ചെടികൾ, അത് ഉപ്പേരിപ്പയറിൻ്റെ ചെടികൾ. ആ ചെടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട പച്ചപ്പയറിൻ്റെ ചെടികളായത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഞാൻ ഒന്ന് ഇങ്ങോട്ട് കാര്യമാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തന്നെ ഇനി അങ്ങോട്ട് ഞാൻ പോയിട്ട് സംഭവങ്ങൾ അന്വേഷിച്ചിട്ട് എന്താക്കിത്തരാം. അതാണ് ഓഫീസിൽ പോയി ചോദിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് സംഭവം എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെയുണ്ട് പുല്ലും കാര്യങ്ങളെല്ലാം, ചെന്നോക്കട്ടെ. ഓഫീസിൽ ഞാൻ ചോദിച്ചിട്ടില്ല. ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ ഒരു ദശയുണ്ടേനു. അപ്പോൾ ഓനോട് ഞാൻ ചോദിച്ചാൽ ഓൻ പറഞ്ഞ് ഇപ്പം കസ്റ്റമർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫാമിലിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താക്കുന്നില്ല, കയറുന്നില്ല. ഒരു ദിവസം കാണിച്ചു തരും. അതുപോലെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇതിൻ്റെ പുറത്ത് വന്നേരം 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പുറത്തുണ്ടായതാണ് ഇത്. നമ്മളെ ബെൽബറി എന്ന് പറയും നാട്ടിൽ.
വെൽവറീൻ്റെ തൈയായത്. വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കണ്ട, ഇതെന്നാ സാധനം നോക്കി നോക്ക്. ഇത് ചെറിയ തോതിലായിക്കാളും ചെറിയതാണ്. ഇത് വലുതാകുമ്പോളെ സൈനാമ്പായ എന്ന് പറയും. വേറെ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ഫുള്ളായിട്ട് പേരമരമാണ് ഇത്. പേരമരം ഫുള്ള് പേരൊക്കെ ഉണ്ടാക്കി ഫുള്ളായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുണ്ട് നമ്മൾ ആടിന് കൊടുക്കാനുള്ള പുല്ല്. ഫുള്ളായിട്ട് പുല്ലാണ്. പിന്നെ ഇതിൻ്റെ നനവ് വരുന്നത് ആടുന്ന് ഇങ്ങോട്ടാണ് നനവ് വരുന്നത്. വെള്ളച്ചാട്ടവും നനവും കാര്യങ്ങളും വെള്ളം ഒഴുകുന്ന കനാൽ പോലത്തെ സംഭവമെല്ലാം അപ്പുറത്താണുള്ളത്. അപ്പോൾ അതെല്ലാം പേര് കേട്ടൊരു പഴവും കൂടി കാണിച്ചു തരിക. പേര് കേട്ട പഴം ഇത് അത്തിപ്പഴം എന്ന് പറയും. അത്തിപ്പഴത്തിൻ്റെ മരം ഇതാണ്. അപ്പോൾ ഞാൻ അത്തിപ്പഴം എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഇതിങ്ങനത്തെ ഒരു കളറായതുകൊണ്ടാണ് എനിക്ക് അത്തിപ്പഴം എന്ന് മനസ്സിലായത്. ശരിക്ക് ഞാൻ കാണിച്ചു തരിക. അപ്പോൾ ഇത് അത്തിപ്പഴമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അത് തെറ്റുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് പറയാം ഇതെന്താണ് പഴമെന്ന്. ശരി കാണിച്ച. അപ്പോൾ എന്നോട് പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അറിയുന്നവർ കമൻ്റ് ഇടും. ഓക്കെ. ഇതൊരുപാടുണ്ട്. ഇതൊരു അത്തിപ്പഴത്തിൻ്റെ സൈസിലാണ് ഞാൻ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് വേണ്ട, ഇത് ഫുള്ളായിട്ട് ഈത്തപ്പഴത്തോട്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ആയിരിക്കും അങ്ങോട്ട് പോയി. അങ്ങോട്ട് ദശി അങ്ങ് നടന്ന് പോയി. അപ്പം ഞാൻ ഒരു ദിവസം നടന്ന് ഒരു ഓർഡർ എടുത്തൊരു വീട്ടിലേക്ക് ആരും ഈ സാധനം ഇല്ലതാ, ഈത്തപ്പഴത്തിൻ്റെ ഈ ഓലേൻ്റെ ഈ മുള്ള്. ഇത് ഭയങ്കര പ്രശ്നമാണ്. കണ്ട, ഇത് തലക്ക് കുത്തിപ്പോയിട്ട് കുറച്ച് ദിവസം ഭയങ്കര വേദനയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ ഇതാ നമ്മളെ റുമാൻ്റെ തൈയാണിത്. റുമാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതാ ഫുള്ളായിട്ട് റുമാൻ ഉണ്ടാക്കി കണ്ട. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇത് വേറൊരു സൈസ് ഈത്തപ്പഴം കണ്ട, നല്ല അടിപൊളി ഈത്തപ്പഴം, നല്ല ബണ്ണുള്ള കണ്ടു. നിങ്ങൾ കുറച്ച് വലിപ്പം കൂടുതലുള്ളതാണ്. അപ്പോൾ ഇവൻ്റെ അർബാവൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അർബാവ് ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് തന്നെ. ഞാൻ അർബാവിനല്ല എനിക്കറിയാം, ഇനി പ്രശ്നമാക്കണ്ട, അതൊന്നും വിഷയമല്ല. അപ്പോൾ എന്നോട് നിന്ന ഉള്ളിക്കാരിക്കും ഇവിടെ ഉള്ള എന്ത് അനുവാദം വാങ്ങുവാനാ, അങ്ങ് കാരിച്ച് നോക്കുക എന്നല്ലാണ്ട്. അപ്പോൾ ഇത് കോഴിക്കളുണ്ട്, കോഴി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഉണ്ടാ ഇവിടെ ഇതാ കന്നാലി. അപ്പോൾ കിനിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനാണ് ആട് അപ്പുറത്തുണ്ട്, ആടിൻ്റെ കൂട് പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്താക്കാനാ പുല്ല്, ഇതിനായിപ്പം പുല്ല് വറുത്തിട്ട് വെട്ടിയിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ പയറിൻ്റെ തയ്യോ പയറിൻ്റെ ഇതും കൂടി വെട്ടി ഇവിടെ കൊണ്ടിട്ട് क्यों कटिंग किया है? ये कटिंग की उसके वो आता है ना बरगोड़ी, बरगोड़ी है ना, बरगोड़ी आएगा ना, आएगा बाद में। क्यों निकाला? ज़्यादा कटेगा ना, बाद में आएगा ज़्यादा। हाँ, ज़्यादा कटेगा ज़्यादा आएगा और आएगा। ओके, मैं जाएगा। ओके इंशाल्लाह, शुक्रन भाई. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ചങ്ങായി പയറിൻ്റെ തൈ തീർത്ത് കൊത്തിയിട്ട് പൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് എന്താണെന്ന് ചോദിച്ചോട് അറിയാം. പിന്നെ അധികം വെട്ടിയാൽ പിന്നെയും കൂടുതൽ പൊടിച്ചുകൊണ്ടിരിക്കും, അന്നേരം ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഓലിക്കൊന്നും അത്ര കാര്യമില്ലല്ലോ ഈ പയറിൻ്റെ കാര്യം. അപ്പോൾ പോഷകാഹാരം തിന്നുകയെന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. അപ്പോൾ ഓലിക്ക് പ്രശ്നമൊന്നുമില്ല, പച്ചച്ചായ വിൽക്കുന്നൊന്നുമില്ല. ഇവിടുത്തെ പൈക്കിട്ട് കൊടുക്കുക, ആട്ടിനിട്ട് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഇതാക്കുക, അത്ര തന്നെ. അപ്പോൾ ഞാൻ ഇതിവിടെ മൈൻഡപ്പ് ചെയ്യുന്ന, അപ്പോൾ അവസാനിക്കുന്ന. അപ്പോൾ എന്താക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
എൻ്റെ മോനെ നല്ലൊരു പേരൊക്കെ ഉണ്ട്. ഒരു പീസ് ഞാൻ പറിക്കുന്ന നീ കണ്ട എത്ര പേരൊക്കെയാ അതിൻ്റെ മുകളിൽ. ഇത് കണ്ടുകാ ഞാൻ ഈ നിലത്ത് വീണ ഒരു പേരൊക്കെ ഉണ്ട്. കണ്ട എത്ര പേരൊക്കെയാ നിലത്ത് വീണ്. എത്ര പേരൊക്കെ ഇത് കണ്ട ഫുള്ളായിട്ട് പേരൊക്കെ വീണ്. എൻ്റെ മക്കളോ നാട്ടിൽ എന്താ ഇത് നല്ലൊരു പേരൊക്കെ. ഇത് ഞാനങ്ങ് എടുക്കുന്നുണ്ട്. കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് പറ്റുമെങ്കിൽ തിന്നാം. ഞാൻ പറിച്ചിക്കൊന്നുമില്ല. ഞാൻ എന്താക്കിയതാ, എനിക്ക് നിലത്തുനിന്ന് കിട്ടിയതായത്. ഇത് എനിക്ക് ഒരു കാഴ്ചക്ക് ഒരു പുതിയ ഇന്ന് വീണതാണ്, അല്ലെങ്കിൽ വൈകുന്നേരമോ ഉച്ചക്കാരം വീണൊരു സംഭവം. അപ്പോൾ ഞാനിങ്ങനെ എടുത്തേക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് നന്നെങ്കിൽ കഴിക്കാം. അപ്പോൾ ഇനി ഞാൻ വെക്കുന്ന. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.